പക്ഷെ അവിടെയും എന്താ ഒരു കുഴപ്പം ചോദിച്ചത് എത്ര ദിവസം ഉണ്ടെന്നാണ്. കൂടി വന്നാൽ 41 ദിവസത്തിലല്ലേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഈ മാലയിട്ട് നടക്കുന്ന സമയത്ത് ഇവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഈ ചില ആളുകൾക്ക് ദേഷ്യം വരും, എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞത് ഇഷ്ടമായില്ലെങ്കിൽ അയാൾക്ക് ദേഷ്യം വരും. അപ്പോൾ ദേഷ്യം വരുമ്പോൾ എന്താ പറയുക, ഈ നാട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ മാല ഊരട്ടെ വെച്ചിട്ടുണ്ട്, ഇപ്പോൾ നീ രക്ഷപ്പെട്ടു, ഇത് ഊരട്ടെ എന്നുവെച്ചാൽ ഇത് ഊരിക്കഴിഞ്ഞാൽ ഇതിലും മോശപ്പെട്ട ജീവിതം അയാൾ തീരുമാനിച്ചു. ചിലർ ഒരു പടി കൂടി കിടക്കും, ഇതൊന്ന് ഊരും, എന്നിട്ട് അവന് പറയാമെന്ന് പറയും, അത് സ്വാമി ശരണം വീണ്ടും. അങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ കാണാം. നീ പോകുന്ന സമയം ആയി കഴിഞ്ഞാലോ മലയ്ക്ക് പോകാൻ നേരത്തെ ചെന്നത് വാങ്ങിച്ചു വെച്ചോ സാധനം, പൈസ ഇപ്പോഴേ തന്നേക്കാം, നീ പോയി വന്നിട്ട് ക്യൂ നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് പോണത് തന്നെ. തിരിച്ചു വന്ന 4 ദിവസം ഓടയിലെ കിടക്കും. അതെന്താ അത് അവിടെ പോയി വന്നതിൻ്റെ ഇപ്പോൾ ഓടയിൽ. ഇയാളിപ്പോൾ എത്ര വർഷം പോയിട്ടുണ്ടാവും? നമ്മളിതിൻ്റെ ഒന്നും ലക്ഷ്യം മനസ്സിലാക്കുന്നില്ല. 41 ദിവസം സാധിച്ചാൽ 42ാമത്തെ ദിവസവും പറ്റണം. മാനസികമായിട്ടുള്ള ആ ഒരു വളർച്ച നമുക്ക് ഉണ്ടാവുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അതില്ലാത്തതുകൊണ്ടാണ് വീണ്ടും അതിന് മോശപ്പെട്ട ജീവിതം പിന്നെയും തുടരണം. അങ്ങനെയുള്ളവരിപ്പോൾ എത്ര കാലം പോയാലും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. അതുകൊണ്ട് പ്രാകൃത ഭക്തിയിൽ ഇതുപോലെയുള്ള ചില കുഴപ്പങ്ങൾ അവിടെ ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റണം. അല്ലാതെ വന്നാൽ അതൊക്കെ വെറുതെ ഒരു കാട്ടിക്കൂട്ടലായിട്ട് പോകും. വിചാരിച്ച അതിന് ഫലമില്ലാതല്ല പറയണത്, ഫലം ഉണ്ടാക്കണം എന്നാണ് ഭഗവാൻ പറയണം. അതിന് നമ്മൾ തുനിയണം, നമ്മൾ ശ്രമിക്കണം, അപ്പം പറ്റും. അല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. എന്നാൽ ഈ മലയ്ക്ക് പോണില്ലാന്ന് തീരുമാനിക്കണ്ട, 41 ദിവസമെങ്കിലും പറ്റുന്നുണ്ടല്ലോ, അത്രയും ദിവസം ബാക്കിയുള്ളവർക്ക് ശ്രമിക്കണ്ടല്ലോ, അതിന് വലിയൊരു പുണ്യമാണ്. അതായത് അപ്പം ഈ ചെയ്യുന്ന ഏത് പ്രവൃത്തിയാവട്ടെ ഇത് അപ്പുറത്തേക്ക് കടക്കണം എന്നാണ്. പ്രാകൃത ഭക്തിയിൽ ഈ പരിമിതികളുണ്ട്. എന്നാൽ മധ്യമന്മാരങ്ങനെയല്ല, അവർക്കറിയാം ഈശ്വരനാണ് എല്ലായിടത്തും. അതുകൊണ്ട് അവരിൽ ആ ഭക്തിഭാവം കൂടുതൽ കാണാം. എങ്കിലും അവരുടെ ഉള്ളിൽ ചിലപ്പോൾ ദേഷ്യം, ചിലപ്പോൾ സങ്കടം, ചിലരോട് വെറുപ്പ്, ഇതൊക്കെ അവർ പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ ഉത്തമ ഭക്തന്മാരെ ഇവിടെ പറയുകയാണ്, അവർക്ക് യാതൊരു വ്യത്യാസമില്ല. സർവഭൂതേഷു പശ്യേൽ ഭഗവത് ഭാവമാത്മനഃ. എല്ലാവരെയും ഒരുപോലെയാണ്. ഒരാളോടൊരു വേർതിരിവില്ല, എല്ലാവരും ഒരുപോലെയായിരിക്കും. എല്ലാവരിലും ഈശ്വര ചൈതന്യത്തെ കാണുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് പരമഭാവം എന്ന് പറയുന്നത്. ആ അവസ്ഥയിലേക്ക് എത്താനാണ് നമ്മളിതെല്ലാം കേൾക്കുന്നത്, ഇതിലൊക്കെ സംബന്ധിക്കുന്നത്. അങ്ങനെ ഭക്തന്റെ പരമഭാവത്തെ പറഞ്ഞു. ഇനി മായയെക്കുറിച്ചാണ് പിന്നെ പറഞ്ഞത്. എന്താണ് മായ? അതൊരു ഭ്രമം മാത്രമാണ്. ആ മായയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അത് ഈശ്വര ഉപാസന കൊണ്ട് തന്നെ പറ്റും. അങ്ങനെ മായയെ മനസ്സിലാക്കി അതിൽ നിന്നും കരകയറാന്നാണ്. മായ എന്ന വാക്കിന് ഇല്ലാത്തതെന്നാണ്. യാ മാ സാ മായ, ഇതാണ് അതിൻ്റെ നിർവചനം. യാതൊന്നാണോ ഇല്ലാത്തത് അതിനെ മായ എന്ന് വിളിക്കും. ഇല്ലാത്ത ഒന്നിനെ കൊണ്ടെന്ന് തോന്നുന്ന ഒരു ഭ്രമം. നമുക്ക് പലതരത്തിലുള്ള തോന്നലുകൾ വരാറുണ്ട്. ഇപ്പം 3 തരത്തിലാണ് സത്യത്തെ വേദാന്തികൾ തിരിച്ചിരിക്കുന്നത്. പ്രാതിഭാസിക സത്യം എന്ന് പറയുന്നത്, 2 വ്യാവഹാരിക സത്യം, 3 പാരമാർത്ഥിക സത്യം. ഇതിൽ പാരമാർത്ഥിക സത്ത എന്നതാണ് ശരിക്ക്, ബാക്കിയെല്ലാം താൽക്കാലികമാണ്, തോന്നുന്നേ ഉള്ളൂ. പ്രാതിഭാസിക സത്ത എന്ന് പറഞ്ഞാൽ അതാണ്. നേരത്തെ പറഞ്ഞല്ലോ, കയറ് കണ്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. സന്ധ്യാസമയത്ത് പാമ്പാന്ന് വിചാരിച്ച് അലറി കരഞ്ഞു, വെളിച്ചം വന്നപ്പോഴാണ് കയറാണ്. പക്ഷെ കയറാണെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് സമാധാനമായി. പക്ഷെ മുമ്പോ അയാൾക്കത് പാമ്പായിരുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം പാമ്പ് സത്യമാണ്, അതുകൊണ്ടല്ലേ അയാൾ പേടിച്ചു. പിന്നെ എപ്പോഴാൾക്ക് തിരിച്ചറിവ് വന്നത്? വെളിച്ചം വന്നപ്പോൾ അയാൾക്ക് പേടി മാറി, ഇത് കയറാണെന്ന് മനസ്സിലായി. ഈ കുറച്ചു നേരത്തേക്ക് പാമ്പ് എന്നത് സത്യമായിട്ട് അനുഭവിക്കുന്ന അവസ്ഥയാണ് പ്രാതിഭാസം എന്ന് പറയുന്നത്. കുറച്ചു നേരത്തേക്കുള്ള ഭാവം. അതിൻ്റെ തന്നെ ഒന്നുകൂടി വിശാലമായിട്ടുള്ള ഒന്നാണ് വ്യാവഹാരിക സത്ത. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അങ്ങനെയാണ്. ഇതൊക്കെ സത്യമാണ് എന്ന് നമ്മൾ ധരിക്കുന്നു. എന്നാൽ ശരിയായ ജ്ഞാനം ഉണ്ടാവുന്നത് വരെയെന്നാണ്. കയറ് കണ്ടപ്പോൾ പാമ്പ് ഇല്ലാതായതുപോലെ ശരിയായ ജ്ഞാനത്തെ ഉള്ളിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊക്കെ മനസ്സിലാവും. ബ്രഹ്മസത്യം ജഗൽമിഥ്യ ദീപോ ബ്രഹ്മൈവന അപരഹ എന്ന വേദാന്ത വാക്യത്തെ അപ്പോഴേ മനസ്സിലാവുക. ഇത് വെറുതെ ഇങ്ങനെ പറയാമെന്നേ ഉള്ളൂ. അതിന് ആ അറിവ് ഉണർന്നാൽ മാത്രമേ അത് മനസ്സിലാവൂ. അപ്പം പരമാർത്ഥത്തെ അറിഞ്ഞാലേ
ഇതൊക്കെ മിഥ്യയാണ് എന്ന അനുഭവം വരും. അപ്പോൾ അതൊക്കെ അങ്ങേയറ്റത്തെ അവസ്ഥയാണ്. ആ ഒരു അറിവിലേക്ക് എത്താനുള്ള മാർഗങ്ങളും ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അതിനാണ് ആദ്യപടി എന്നോണം ഇതുപോലെ സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കാമെന്ന് പറഞ്ഞത്. ഈ ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ച് പിപ്പലായ എന്ന യോഗീശ്വരൻ ഇവിടെ സംസാരിക്കുന്നുണ്ട്. കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞു ആവിർപോത്രൻ. ഭഗവാന്റെ ഗുണഗണങ്ങൾ എത്രയാണ് എന്നൊരു ചോദ്യം വന്നോട്ടെ ഇവിടെ. അപ്പോൾ ദ്രുമിളൻ എന്ന യോഗീശ്വരൻ പറഞ്ഞു അത് മാത്രം ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ഈശ്വരൻ്റെ ഗുണഗണങ്ങൾ എത്ര കൃത്യമായിട്ട് എണ്ണി പറയാൻ പറ്റില്ല. ഭഗവാൻ എത്ര ഗുണങ്ങളുണ്ട് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. എന്തേ യോവാ അനന്തസ്തി ഗുണാനന്ദാൻ അനുക്രമിഷ്യൻ സതുബാലബുദ്ധി രജാംസി ഭൂമേർ ഗണയേർ കഥഞ്ചിൽ. ലോകത്ത് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളത് ഒരു പരിധി വരെ ശരിയാണ്. എന്തും സാധിക്കുന്നവരാണ് മനുഷ്യൻ. ഇവിടെ പറയണു ഭൂമിയിലെ മണൽത്തരികൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്നു. അതിനും സാധിക്കുന്ന പറയണം. ഭൂമിയിൽ എത്ര മണൽത്തരി ഉണ്ടെന്ന് ഒരാൾ എണ്ണാൻ തുടങ്ങിയാൽ അയാളെ പരിഹസിക്കുന്നു വേണ്ട. ചിലപ്പോൾ കൃത്യം എണ്ണി കണക്ക് നമ്മുടെ മുകളിലെത്തി. അതും ചിലപ്പോൾ മനുഷ്യനെ കൊണ്ട് പറ്റും. പക്ഷെ എന്ത് സാധിക്കില്ല? ഈശ്വരനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. കുറച്ചെന്തെങ്കിലുമൊക്കെ അറിയാം. ഇങ്ങനെ കുറേ സൽക്കഥകളൊക്കെ കേട്ട് വരുമ്പോൾ കുറച്ചെന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ നമ്മളെപ്പോലെ അല്ലാന്നെങ്കിലും മനസ്സിലാവും. ഈ അവതാര പുരുഷന്മാരുടെ പ്രവൃത്തികൾ പലപ്പോഴും നമുക്ക് മനസ്സിലാവാത്തത്, അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് അതൊക്കെ ചിന്തിക്കാറുള്ളൂ. അപ്പം നമുക്കതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല പലതും. അത് നമ്മുടെ ബുദ്ധിയുടെയോ നമ്മുടെ ചിന്തയുടെയോ പരിമിതിയാണ്. അതിൻ്റെ അപ്പുറത്താണ് ഈശ്വരൻ്റെ സ്ഥാനം, അവതാര പുരുഷന്മാരുടെ സ്ഥാനം. അവരുടെ പല ചെയ്തികളും ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പോലും പറ്റില്ല എന്നാണ്. ഈ രാസലീലയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സംശയം വന്നു പരീക്ഷത്തിന്. അപ്പോൾ ശിശുബ്രഹ്മർഷി പറഞ്ഞത് ഈശ്വരന്റെ പ്രവൃത്തികളെ അനുകരിക്കാനൊന്നും ആർക്കും പറ്റില്ല. മഹാദേവൻ കാളകൂടെ വിഷം കുടിച്ചു എന്ന് വിചാരിച്ചാൽ എന്നാൽ ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ എന്നാരെങ്കിലും വിചാരിച്ചാൽ അതെവിടെ എത്തുന്ന നമുക്കറിയാമോ. അപ്പം ഈശ്വരന്റെ പ്രവൃത്തികളെ കേട്ട് അത് അനുകരിക്കാനൊന്നും ആർക്കും പറ്റില്ല എന്നാണ്. നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറത്താണ് അവരുടെ പ്രവൃത്തി. ഇതിനെ ഉദാഹരിക്കുന്ന ധാരാളം കഥകളുണ്ട്. ധാരാളം കഥകൾ.